ഹലോ ഗായ്സ്, എല്ലാവർക്കും അറിവ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ബാ ക്ഷമിക്കാൻ ഇങ്ങനെ കുറെ നേരം ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കറി ആയി കഴിഞ്ഞാൽ തട്ടാന്നുള്ള പ്ലാന്റെ. അമ്മ എങ്ങനെ ഉണ്ടാവും കറി? കറി എങ്ങനെ ഉണ്ടാവും? കറി ഉഗ്രൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ ഏട്ടാ. ഞാനും എടുക്കാം. ഇപ്പൊ നമ്മള് ചിക്കൻ വാങ്ങിയാണ്ട് വീട്ടിലേക്ക് പോകണേ, ബാക്കി അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിയില്ല. ഓക്കെ, കറിയാണോ അതോ വരട്ടാണോ? വരട്ടല്ല, അധികം വെള്ളമില്ലാത്ത ഒരു കറി. ഓക്കെ, ഇതെന്താ മല്ലിച്ചപ്പോ? അത് മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ്, ചിക്കനും കറിവേപ്പില, വലിയുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് അല്ലേ? ഇനി കുക്കറും കൂടി നിങ്ങൾക്ക് തരാത്തതിനെ കേടുള്ളൂ. ഗ്യാസ് തന്നെ ഇപ്പൊ പേടിയാണ്, തുറന്നിട്ടിട്ടൊക്കെ പോകുന്നുണ്ട്. ഗ്യാസ് ഒന്നും ഞാൻ തുറന്നിടലില്ല. ഫ്രഷ്. ഓക്കെ, അത് അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് ഇതാകുമ്പോ പിന്നെ പെട്ടെന്ന് തട്ടിയിട്ടാ മതിയല്ലോ അല്ലേ കറിക്ക്. പണി എളുപ്പമായി. അപ്പൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ മൊത്തമായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കഴുകണം. വേറെന്താ പരിപാടി? എന്താ? ചിക്കൻ മുറിക്കണം. അത് കേടായി മോനെ. നമ്മള് പിന്നെ പഴയ അധികം വെള്ളമില്ലാതെ രാത്രി ഇവ ഉണ്ടാവൂല. ഇന്ന് നൈറ്റ് ആണല്ലേ? ഓക്കെ, ഇനി ബാക്കി കഴുകണ സമയത്ത് നോക്കാം. കഴുകാം. ചെമ്പുത്തൊണ്ടാട്ട് എത്ര പ്രാവശ്യം കഴുകണം? 3 പ്രാവശ്യം കഴുകണം. 3 പ്രാവശ്യം. കുറച്ച് ഒരു പൊറോട്ട കൊണ്ടുവരാം അല്ലേ? പൊറോട്ട ആകുമ്പോ ഒരു മുല്ലപ്പൂട്ട് എവിടെ നിന്ന് കിട്ടി? മുല്ലപ്പൂ എവിടെ നിന്ന് കിട്ടി? അത് എവിടെ ഒപ്പിച്ച്? അത് കിണറിന്റെ അടുത്തുനിന്ന് ഞാനൊരു മുല്ലപ്പൂ മരം ഉണ്ടാക്കിയിരുന്നു. ആ മുല്ലപ്പൂ മരത്തുമെന്ന് ഞാൻ പൊട്ടിച്ചു വെച്ചതാണ്. മുല്ലപ്പൂ മരം ഉണ്ടാക്കിയിരുന്നു. ആ മുല്ലപ്പൂ മരത്തുമെന്ന് ഒരെണ്ണം കിട്ടിയുള്ളൂ. ഒരെണ്ണം ഉണ്ടായുള്ളൂ. അപ്പൊ ഒന്നല്ലാതെ പിന്നെ അത് മറ്റേ മുല്ലയാണ്. മുല്ലല്ല, അല്ല ഇത് മുല്ലല്ല, ഇത് ഒറ്റമുല്ല. ഏത്? നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് ഉണ്ടമുല്ല. ലോക്കലോ ഉണ്ടമുല്ലല്ലേ? നമ്മളത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ തിരുനായെന്ന്. അത് ഇവിടെ പിടിക്കുകയും ചെയ്ത്. ഇനി അടുത്ത പരിപാടി എന്താണ്? അതിനിടയ്ക്ക് ചോറ് ഊറ്റാൻ പോയിക്കുന്നത്. അങ്ങനൊക്കെ ഓരോരോ സ്വഭാവ. ഓരോരോ പണി കഴിക്കാഞ്ഞാ പിന്നെ എന്താ കുട്ടിയെ ആരാ ചെയ്യാന്? നമ്മള് നെയ്യണം. ഞാൻ കല്ലെടുത്തോണ്ടാട്ടെ. കണ്ടാ, ഇതാണ് പരിപാടി. രാവിലെ ചിക്കൻ കറിയും പൊറാട്ടയും ആക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആള് വരട്ടെ, ബാക്കി നോക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അന്ന് കുറച്ച് പാത്രങ്ങൾ മാറ്റി വെച്ചിരുന്നല്ലോ, മാറ്റിയെടുക്കണം. അലുമിനിയം പാത്രം, അലുമിനിയം സ്റ്റീലും അല്ലേ? അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും അതിനൊറ്റ പാത്രങ്ങൾ വേറെ എടുക്കാം. എന്താ മാതാവേ ചോദിക്കലും പറയലൊന്നും ഇല്ലേ? ഇഞ്ചി ചതക്കുമ്പോ ഇഞ്ചി കുത്തണ മനസ്സിലായി. ഫസ്റ്റ് സ്വിച്ച് ഒന്ന് ഇട്ടാ അപ്പുറത്തുള്ള തലയ്ക്ക് വേറെ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. ഇനി അടുത്ത പരിപാടി എന്താണ്? മസാല കൂട്ടലാ. അത് അരവ് ഒക്കെ ശരിയാക്കട്ടെ. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അരവും ഒക്കെ അവിടെ തന്നെയാണ്. ഒക്കെ അവിടെ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൂടെ?
കുറച്ച് 2-3 മാസം പണി ഉണ്ടാവും, പിന്നെ കുറച്ചേരം നിർത്തിയേക്കും. എന്താ വരുന്നു എന്തൊക്കെയാണ് ഇത്? തൊണ്ടാട്ടെ. ഇനി അടുത്തെടുക്കാൻ പോണ ഉപ്പ്. എന്താ ഇപ്പൊ ഇതിന്റെ കഥ? കഥ പൈങ്കിളിയും ഇതാണ് ഇവിടുത്തെ രാവിലത്തെ അവസ്ഥ. പൈങ്കിളിയും ഒന്നും കയ്യെത്തിനോട്ടുണ്ടാവില്ല, ഒക്കെ അവിടെയും വെട്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ തപ്പി നടക്കുക. കുളിക്കാൻ പോയി ഏഹ് കുളിക്കാൻ പോയി കാവേരി പുഴ തന്നിൽ കുളി. അതാ ഓയിൽ തുറന്നില്ല, മറന്നുപോയി. ഓണമൊക്കെ അപ്പൊ ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഓരോന്നോരോന്ന് മറന്ന് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടൊക്കെ മറ്റേ ബോർഡ് അടിക്കണം, കവർ ചെയ്യണം. വരുന്ന അടുത്തായിട്ട് അത് തുറന്നിടണ്ടേ? കിക്കായി പോവോ? ഇഡ്ഡലി ചമ്പല്ലേ? ഇവിടെ ഒറ്റ ആവിക്ക് വെന്തോളൂ. ഒറ്റ ആവിക്ക് വന്നോളൂ. ആ അടച്ചിട്ട് കണ്ടോ ഒക്കെ. അതാകുമ്പോ ആവിക്ക് വന്നോളൂ. നമുക്ക് ഏകദേശം കുക്കർ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. മരക്കള് വരുമ്പോ അത് പിന്നെ പാത്രങ്ങളൊക്കെ എടുക്കാഞ്ഞാല് ശരിയാവും. അമ്മായിയമ്മക്ക് ഇത് അറിയില്ല അറിഞ്ഞാല് അമ്മായിയമ്മ സുയിപ്പാവൂലേ? അത് അമ്മേനെ കുക്കർ പഠിപ്പിക്കണ കേട്ടാ. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. കുക്കറാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോണത് ഉപയോഗിക്കല്. ചിലപ്പോ ആ വീഡിയോ എടുക്കാൻ ചിലപ്പോ ഭാഗ്യം ഉണ്ടാവും, ചിലപ്പോ അത് പോസ്റ്റ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും വേണം. ഇത് ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചത്. ഓക്കെ, അടുത്തത് ഓരോന്ന് ഇടുമ്പോ പറഞ്ഞോളൂ. സവോള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഇളക്കണം. നമ്മളുണ്ടാകുന്ന രീതി കേട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ രീതിയിൽ ഉണ്ടാക്കിക്കോളി. ഒന്ന് മൂക്കട്ടാണ് അടച്ചു വെച്ചില്ലേ? ഇതിനൊക്കെ എന്തൊക്കെ ചേരുവകള്? മഞ്ഞപ്പൊടി അല്ല, മല്ലിപ്പൊടി. ഏതെങ്കിലും ഉറച്ചിരിക്കുന്നു. മല്ലിപ്പൊടി അളവൊന്നുമില്ലേ? 4 സ്പൂണ്. ഒരു കൈക്കണക്കാണെന്ന്. 4 സ്പൂണ് മുളകും പൊടി, 2 സ്പൂണ്. അതിനുള്ള ഇറച്ചിയേ ഉള്ളൂ. ഇത് അറിയണ്ടായിരുന്നില്ലേ? 2 സ്പൂണ്. 2 സ്പൂണാ? ആ പൊടിപ്പിച്ച് കൊടുന്നാണത്. പൊടിപ്പിച്ച് കൊടുന്നതാ. പെരുമാറാൻ വേണ്ടി വേറെ പാത്രത്തിലാക്കിയതാണ്. മഞ്ഞപ്പൊടി ഒക്കെ ഒരു കയ്യളവാട്ടാ. ഒക്കെ ആ ആവശ്യത്തിന് എടുക്കും. മുളക് വാങ്ങി പൊടിപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. മറ്റേത് കളർ ഉണ്ടാവും. ഇറച്ചിപ്പൊടി. ഇറച്ചിപ്പൊടി. ഓക്കെ, 2 ടീസ്പൂൺ 3 ടീസ്പൂൺ. അത്ര കയ്യളവ് അത്ര തന്നെ. എല്ലാം ഒരു കയ്യളവ്. ഉപ്പ് ഉപ്പ് ആവശ്യത്തിന്. പക്ഷെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലാണ് വരാറ്. കയ്യളവ് വാരിയിരുന്ന് ഇന്നൊക്കെ ഒരു പൊടി അല്ലുപ്പ്. ഇറച്ചി ഇടണ. ഞാൻ ഇളക്കട്ടെ. പിന്നെ വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളമല്ലേ? ആവശ്യത്തിന്. ഇതിന് വേറെ പറ്റൂലേ? ഇത് പറ്റും. ഇത് അടച്ചിടാം. ആവിയിൽ കിടന്ന് വന്നോളില്ലേ? ഇതാണ് അമ്മേന്റെ കുക്കർ ഇട്ടാ. ഇഡ്ഡലി ചെമ്പ്. ശരിക്കുള്ള കുക്കർ കൊടുക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ്. ആരും പേടിക്കണ്ട, അമ്മ കുക്കർ ഉപയോഗിക്കുന്ന വീഡിയോ ആയിട്ട് വൈകാതെ വരും. കണ്ട എല്ലാ സാധനവും ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പേടിയായിട്ടാണ്. എന്താ കുക്കറൊക്കെ കണ്ട 2 കുക്കർ, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഇത് കൊടുക്കാൻ പേടിയാണ് കുക്കർ. എല്ലാം തെടിപിടി അടുത്തെന്താ? കുക്കർ ഒന്ന് തുറക്കണുണ്ട്. കുക്കർ തുറന്നു നോക്കി. അമ്മയുടെ കുക്കർ ഇഡ്ഡലി ചെമ്പ്. ഇളക്കി നോക്കട്ടെ കേട്ടാ. ഒരു പാകം നോക്കണ കാര്യം. പാകാണ്. പാകം. ഓക്കെ, ഇനി വേവട്ടെ. അടച്ചു വെക്കണേ. ഇനി വേവട്ടെ. എന്തായി? എന്തിനും ചേർക്കാന്നില്ലല്ലോ? ഏട്ടൻ പൊറോട്ട വാങ്ങാൻ വേണ്ടി പോയി. അഞ്ഞൊന്നും ചേർക്കാനൊന്നുമില്ല.
ചായ ഒന്ന് ചൂടാക്കണം. ചായ ചായ അല്ല അതന്നെയല്ലേ ഉള്ളൂ. ചൂടാക്കണം. ചൂടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ആവാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. അപ്പോൾ ഏതായാലും ആവട്ടെ, ബാക്കി ആയിട്ട് കാണാം. ഇതിനേട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. പൊറോട്ടയും കൂട്ടിക്കാണ്ട് തട്ട് തട്ടണം. അതാണ് ഇന്നത്തെ ഭാവി പരിപാടി. ചായ എത്തി, ഇത്ര പെട്ടെന്ന് ചായ എത്തിയാ? ഒന്ന് ചൂടാക്കണം അല്ലേ? ഇത് ചൂടാക്കിയാ മറ്റേ ചായപ്പൊടി കഴിക്കൂലേ? ഇല്ല. എന്തായാലും ആവട്ടെ, ഏട്ടൻ പൊറോട്ട എത്തി വരട്ടെ. ബാക്കി ഏട്ടൻ വന്നിട്ട് കാണാം. അത്രയില്ലേ? വറ്റി തുടങ്ങിയില്ലേ? ഒന്നും കൂടി മാറ്റണം. അപ്പൊ പറഞ്ഞ മാതിരി അമ്മേനെ കുക്കർ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് വരാട്ടാ. ഫുള്ള് കോമഡി ആയിരിക്കും സംഭവം. എന്തെങ്കിലുമൊക്കെ നടക്കും, അതുറപ്പാ അല്ലേ? കുക്കർ ഞാൻ പഠിച്ചോളാം. കൊറേ ദിവസമായി പറയണ കുക്കർ ഉപയോഗിക്കണം. കുക്കറൊക്കെ ഉണ്ട് ഇവിടെ, തരൂല, മക്കള് തരുന്നില്ല. ഒന്നോട്ടല്ല, അത് കൊടുക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ്. അല്ല വേറെ ഒന്നല്ല. കൊടുക്കാന്ന് പറയുമ്പോ ചെറിയൊരു മനസ്സമാധാനം ഉണ്ട്. എത്തിയാ പൊറോട്ട എത്തിയാ? അപ്പൊ അങ്ങനെ പൊറോട്ട ഒക്കെ ജസ്റ്റ് പാത്രങ്ങളായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. പുതിയ അടുക്കളയാണ് ഇത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ അടുക്കളയാണ് ഇത്. ഏതായാലും പൊളിച്ചാണ് റൂമാക്കാനുള്ളതാണ്. അതാണ് ഈ സാധനങ്ങൾ തപ്പി ഇങ്ങനെ നടക്കുന്നത്. കുറെ ഇവിടെ ഇരിക്കും, കുറെ അവിടെ ഇരിക്കും അല്ലേ? അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കേ അല്ലേ? കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് പോണ്. വെള്ളം വറ്റിക്കോളും. ഓക്കെ. ചായ ചൂടായി. അത് വാങ്ങി വെച്ചാൽ അല്ലെങ്കിൽ ചായ ചോയ്ക്കും. അത് ഇറക്കി വെക്കാം. എന്നാ പരിപാടി നടക്കട്ടെ. പിന്നെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഇവിടെ. കാരണം ഒരു സ്ഥലത്ത് പണി നടക്കുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടാ. മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണമൊക്കെ കുറെ പരിപാടി ഉണ്ട്. ഇപ്പൊ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. അല്ല മൊത്തം റീവയറിങ് കഴിഞ്ഞ്. പൊറോട്ട എടുത്ത് വെക്കാണ്. പൊറോട്ട എത്തി. ഓക്കെ. നല്ല വലിപ്പമുണ്ടല്ലോ പൊറോട്ട. പഴംപൊരി ഉണ്ടാക്കലൊക്കെ ഒന്ന് പരീക്ഷിക്കണം. പഴംപൊരി ഒക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ. ഒക്കെ ഉണ്ടാക്കി സമ്മതിക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാന്. അന്നേരം പഴംപൊരി ഒന്ന് ഉണ്ടാക്കി വെക്കാം. പഴംപൊരി ഏതോ ഒന്നും ഉണ്ടാക്കി പാളി പോയില്ല. ഉള്ളിവട. അപ്പൊ പ്ലേറ്റ് ഒക്കെ കഴുകി വെച്ചാണ്. കട്ടൻ ചായ ആ ഷീറ്റൊക്കെ വാങ്ങി കൊടുത്താണ്. ആ ഷീറ്റ് നോക്കി മരുന്നാണ് ഇപ്പൊ ആ ഷീറ്റിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് നമ്മളൊരു ഏട്ടന്റെ കുട്ടീന്റെ പരിപാടിയാണിത്. ഇത് പല സ്ഥലങ്ങളിൽ കാണപ്പെടും. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഈ കസാലയിൽ ഇരുന്നത് ഞാൻ നീക്കുമ്പോ നേരെ കണ്ടത് അതിനാണ്. ഞെട്ടിപ്പോയി. ഇളക്കി നോക്കിയാ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ചില സമയത്ത് ഉണ്ടാകണേ, ചില സമയത്ത് പാളിപ്പോവും. പക്ഷെ ചില സമയത്ത് റെഡി ആവൂട്ടാ. സാവധാനത്തിൽ ഉണ്ടാക്കണം. അപ്പോഴാണ് വേവിലരി കൂടുമ്പോഴേക്ക് അതെടുക്കണം, ഇതെടുക്കണം, മറ്റേടുക്കണം എന്നൊക്കെ അങ്ങനെ തിന്നണം. അടുത്ത നമ്മൾ എന്താ പരീക്ഷിക്കാൻ പോണ്? പഴംപൊരിയാണോ ഉള്ളിവടയാണോ എന്താ സംഭവം? ഇനി പഴംപൊരി ഉണ്ടാക്കണം. പഴംപൊരിയാ? അടുത്ത ആഴ്ച. പൊറോട്ട തിന്നാൻ അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടാവും. ഇല്ല, വരാൻ വഴിയില്ല. ഒക്കെ മരിച്ചു പോയരാട്ടാ. മരിച്ചു പോയരൊക്കെ വിളിച്ചു. അത് 6 പൊറോട്ട ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാനൊന്നുമില്ല. തിന്നുള്ളൂ. ഞാൻ ഇത് വെച്ചെടുക്കുമ്പോ എങ്ങനെ നമ്മളെങ്ങനെ സാധാരണ മരിച്ചെടുത്ത് വെച്ചുകൊടുക്കുക? എങ്ങനെ വെച്ചുകൊടുക്കല്? ഒരു പ്ലേറ്റില് എല്ലാവർക്കും കൂടി വേണ്ടിട്ട് വെച്ചെടുക്കുക. കാരണം ജീവിച്ചിരിക്കുമ്പോഴാണ് 4-5 പ്ലേറ്റിന്റെ ആവശ്യമുള്ളൂ. മരിച്ചു പോകുമ്പോ ഒരു പ്ലേറ്റില് ലേശം വെച്ചുകൊടുത്താൽ മതി. അവിടെ ഒത്തൊരുമ ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലും ഓരോ ഗ്ലാസ്സിലൊക്കെയാണ് ചായയൊക്കെയാണ് വെച്ചു കൊടുക്കരുതാ. ഇയാള് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയട്ടാ. ഇനി പറ. ഞാൻ 3 പേർക്കും വെച്ചു കൊടുക്കും. 3 പ്ലേറ്റില് 3 ഗ്ലാസ് ചായ, പലഹാരങ്ങള് 3 എണ്ണം ഒക്കെയാണ് ഞാൻ കൊടുക്കുക. അല്ലാതെ അത് കണ്ട അപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാവൂല. ഒരു പ്ലേറ്റിൽ കൊടുത്താല് സമാധാനം ഉണ്ടാവൂല. 3 ആൾക്കും ഒരേപോലെ കൊടുത്താല് എനിക്ക് സമാധാനായി. മൂപ്പർക്ക് അങ്ങനെ വെച്ചു കൊടുത്താൽ തൃപ്തിയാവുള്ളൂ. എടുക്കുകയാണ് കേട്ടാ.
ഇത് ഇളയ ഇറച്ചിയാണ്. ബ്രോയിലർ അല്ലേ? ബ്രോയിലർ പിന്നെ നമുക്ക് ഒരു മന്തി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കി തരട്ടെ. അപ്പൊ മനുഷ്യന്മാര് തിന്നാട്ടെ. അത് അടച്ചാണി ഇങ്ങനെയൊക്കെ കണ്ടാ. അതിപ്പോ ചായ കൊണ്ടുപോയിട്ട് കൊറേ നേരമായി കത്തിക്കൊണ്ടിരിക്കണ് കണ്ടാ. ഇതൊക്കെയാണ് ഞങ്ങള് പറയണത്. ഇപ്പൊ ഈ വീഡിയോ കിട്ടിയോണ്ട് ഇപ്പൊ ഞങ്ങൾ പറയില്ലെന്ന് മനസ്സിലായില്ലേ? ചായ കുടിക്കുക. അപ്പൊ നമ്മളും ശ്രദ്ധിച്ചിട്ടത് അത് ശ്രദ്ധിച്ചില്ലേ? ഇതൊക്കെയാണ് പരിപാടി. കാരണം ഒരടുപ്പ് കത്തും, ഒരടുപ്പ് ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കും. അത്രയ്ക്കൊക്കെ ഉള്ള ബുദ്ധിയുള്ളു ഞങ്ങൾക്കില്ലേ? ഉള്ളേ പ്രായായില്ലേ? പൊറാട്ട അടിക്കട്ടാ. ക്ഷമിക്കാൻ ഇങ്ങനെ കൊറേ നേരമായി ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കറി ആയി കഴിഞ്ഞാൽ തട്ടാന്നുള്ള പ്ലാന്റെ. അമ്മ എങ്ങനെ ഉണ്ടാവും കറി? കറി എങ്ങനെ ഉണ്ടാവും? കറി ഉഗ്രൻ. ഉഗ്രൻ കറി ഉഗ്രൻ. കുറച്ചുകൂടെ വറ്റണം തോന്നുന്നല്ലേ? ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചോടെ നമുക്ക് വറ്റിക്കോട്ടെ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ ഏട്ടാ. ഞാനും എടുക്കാം. ഞാനും ഒരു പൊറാട്ട വെള്ളം കുറച്ചൊന്ന് വെട്ടണം. ഒന്നും കൂടി വറ്റിക്കോട്ടെ. വിളമ്പിക്കോട്ടെ. കുറച്ച് കുറച്ച് മതി. രാവിലത്തെ പരിപാടി ഇതാണ്. കഴിക്കണേ. അടുത്ത വീഡിയോക്ക് കാണാം. അടുത്ത വീഡിയോക്ക് കാണാം. അടുത്ത വീഡിയോക്ക് വരാം. ഓക്കെ, ബൈ ബൈ ബൈ.